തിരഞ്ഞെടുപ്പിലൂടെ ഫാസിസ്റ്റ് സർക്കാരിന് ഇന്ത്യ മറുപടി നൽകിയെന്ന പാളയം ഇമാം ഡോക്ടർ സുഹൈബ് മൗലവി. വർഗീയ അജണ്ട ആര് മുന്നോട്ട് വെച്ചാലും അത് നേട്ടമാവില്ല എന്ന് തെളിഞ്ഞു. ഭരണകൂടം നിഷ്ക്രിയരായി നോക്കിനിന്ന മണിപ്പൂരിലും തിരിച്ചടിയുണ്ടായി. വിദ്വേഷ പ്രസംഗത്തിന് ഭാവിയില്ല എന്നും സ്നേഹത്തിന്റെ കട തുറന്ന തെരഞ്ഞെടുപ്പാണ് നടന്നതെന്നും പാളയം ഇമാം അഭിപ്രായപ്പെട്ടു. തെക്കൻ ജില്ലകളിലും മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടന്ന പ്രത്യേക പ്രാർത്ഥനകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ജനങ്ങൾ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെയല്ല, വെറുപ്പിന്റെ അങ്ങാടികൾ സ്നേഹത്തിന്റെ കട തുറക്കുക പോലുള്ള സൗഹൃദത്തിന്റെ വർത്തമാനത്തെയാണ് ആഗ്രഹിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തുറന്നു പറഞ്ഞു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ തിരിച്ചടി നൽകിയ ആശ്വാസം പങ്കുവയ്ക്കുകയായിരുന്നു പെരുന്നാൾ സന്ദേശത്തിലൂടെ പാളയം ഇമാം. വർഗീയത കൊണ്ട് നേട്ടമാവില്ലെന്നും വിദ്വേഷ പ്രസംഗത്തിന് ഭാവിയില്ലെന്ന് തെളിയിച്ച ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയ തെരഞ്ഞെടുപ്പെന്ന് സന്ദേശം. ധാരാളം ആശ്വാസങ്ങളും പ്രതീക്ഷകളും ആത്മവിശ്വാസങ്ങളും നൽകിയ തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു അത്. നമുക്കറിയാം, വിദ്വേഷ പ്രസംഗങ്ങൾക്ക് രാജ്യത്ത് ഭാവിയില്ലെന്ന് കൃത്യമായി പ്രവചിച്ച തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. മണിപ്പൂരിലെ തോൽവിയും എടുത്തു പറഞ്ഞു വിമർശനം. സമാനതകളില്ലാത്ത കലാപം മാസങ്ങൾ നീണ്ടിട്ടും ഒരു തവണ പോലും മണിപ്പൂരിലെത്തി സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ അധികാരികൾക്ക് സാധ്യമായില്ല എന്നുള്ളതാണ്. ഭരണകൂടത്തിന്റെ നിശബ്ദതക്കെതിരെയുള്ള മണിപ്പൂർ നിവാസികളുടെ വിധിയെഴുത്താണ് പിന്നീട് നമ്മൾ കണ്ടത്. NCERT പാഠപുസ്തകത്തിൽ നിന്നും ബാബറി മസ്ജിദിന്റെ പേര് നീക്കം ചെയ്തത് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമെന്നും രൂക്ഷ വിമർശനം. അതിനിടെ സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുവെന്ന ആരോപണം ശരിയല്ലെന്നും പാളയം ഇമാം പറഞ്ഞു. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലെ ഈദ് സന്ദേശത്തിലായിരുന്നു പ്രതികരണം. ആയിരക്കണക്കിന് പേരാണ് തെക്കൻ ജില്ലയിലെ വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും ഈദ് നമസ്കാരത്തിനായി എത്തിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.